ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ വീടൊഴിയുമ്പോ സത്യഭാമ കരയില്ല. അതൊക്കെ പോട്ടെ, രാഘവണ്ണിങ് വന്നേ, നമുക്ക് ഫോട്ടോ എടുക്കാം, വാ. പിന്നെ ജീവിക്കാനായിട്ട് ഇങ്ങനെ പല വേഷം കെട്ടേണ്ടി വരൂടാ. അതിലൊരു വേഷം ഇത്, അങ്ങനെയെങ്കിലും കരുതിയാ മതി. എന്നാ പിന്നെ പോയാലോ? എങ്ങോട്ട്? എടാ പൊട്ട, എനിക്ക് ജോലി കിട്ടിയ ചെലവ് വേണ്ടേ? എന്നാലും അച്ഛനെ അത്രയും വലിയ വീട്ടിൽ കഴിഞ്ഞ സത്യമ്മയുടെ മകൻ. എടാ സത്യഭാമയുടെ മകനായതുകൊണ്ടാ അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെ കഴിയണമെന്നുള്ള ചിന്ത ഉണ്ടായത്. മുമ്പ് വാടക വീട്ടിൽ കഴിഞ്ഞതും മരമില്ല് പണിക്ക് പോയതൊന്നും നീ മറന്നു കാണാൻ വഴിയില്ലല്ലോ. അതൊക്കെ ഓർമ്മയുണ്ട്. ആ എന്നാ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് തുടങ്ങുന്നു. ഞാൻ ഡ്രൈവർ, നീ എന്റെ ശിഷ്യൻ. പുതിയ രൂപം, പുതിയ ഭാവം. നമ്മൾ തുടങ്ങാടാ ഒരു നല്ല പുതിയ ജീവിതം പിടിച്ചെടുക്കാൻ. എങ്കിൽ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി സാധാരണ വാഴ വയ്ക്കുന്നാണ് പറയാറ്. പക്ഷേ ഇത് ഞങ്ങള് വാറ്റുചാര കേന്ദ്രമാക്കും, അല്ലെങ്കിൽ ഇത് വ്യഭിചാരശാലയാക്കും. രാഘവേട്ടാ, മതി ഒരുങ്ങിയത്, ഇങ്ങോട്ട് വാ. ആ പിള്ളേ, എനിക്ക് ഈ വീടിന്റെ മൊത്തത്തിലൊരു ഫോട്ടോ എടുക്കണം. എടുത്തോ സത്യമേ, ഞാൻ ഒതുങ്ങിയിരിക്കാം. രാഘവേട്ടാ വാ. രാവിലെ റെഡിയാവാൻ പറഞ്ഞപ്പോ ഞാൻ കരുതി പോലെ ക്ഷേത്രത്തിലും മറ്റു പോകാനായിരിക്കും. ഒരിടത്തും പോകാനൊന്നുമല്ല, ഒരു ഫോട്ടോ എടുക്കാനാ. ഈ വീടിന്റെ മുന്നിൽ നിന്നേ നമ്മൾ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഫോട്ടോയുടെ ആവശ്യമുണ്ടോ ഭാമേ? ഒരുപാട് കാലം സ്നേഹിച്ചും ലാളിച്ചുണ്ടാക്കിയ വീടല്ലേ രാഘവേട്ട ഇത്? രാഘവേട്ടന്റെ സ്വപ്നം. ഈ വീട്ടിലേക്ക് ഞാൻ വന്നു കയറിയപ്പോ രാഘവേട്ടൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇതൊരു കൊട്ടാരമാണ്. ചോര നീരാക്കി രാഘവേട്ടൻ പണിതുയർത്തിയ കൊട്ടാരമാണെന്ന്. എന്നെ കൊട്ടാരത്തിലെ രാജ്ഞിയായിട്ട് തന്നെയാ രാഘവേട്ടൻ ഇതുവരെ വായിച്ചിട്ടുള്ളത്. കൊട്ടാരത്തിൽ നിന്ന് നമ്മളിപ്പോ പടിയിറങ്ങാൻ പോകുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടേക്ക് കയറാൻ പറ്റില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് പഴയ ഈ രാജാവിനെ രാജ്ഞിക്കും കാണാൻ വേണ്ടിയാ ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ വലുതാകുമ്പോഴേ ഈ കൊട്ടാരവും ഈ കൊട്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന രാജാവിനെയും രാജ്ഞിയും ഒക്കെ നമുക്കവരെ കാണിച്ചു കൊടുക്കാം. രാഘവേട്ടൻ വന്ന് നിന്നേ, വാ. വന്ന് നിൽക്കാം, പക്ഷേ മനസ്സോർന്ന് ചിരിക്കാൻ പറയരുത്. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പുറമേനെ അഭിനയിക്കാൻ വയ്യാത്തോണ്ടാ. അപ്പോ ഞാൻ കാണിക്കുന്നത് എനിക്കിതിലൊന്നും സങ്കടമില്ലെന്നാണോ കരുതിയേക്കുന്നത്? ചങ്കുരുകുന്നുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കില്ല.
ചത്താലും കാണിക്കില്ല. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, ചത്താലും ചമഞ്ഞു കിടക്കണോന്ന്? സത്യഭാമ അങ്ങനെ തന്നെയായിരിക്കും. ഒരു തുള്ളി കണ്ണുനീർ ഈ സത്യഭാമയുടെ കണ്ണിൽ നിന്ന് വീഴില്ല. ഇത് നമ്മളായിട്ട് അല്ല, ഞാനായിട്ടുണ്ടാക്കിയ ബാധ്യതയാ. അതിന് കരയാൻ പോലും യോഗ്യതയില്ലാന്ന് മനസ്സിലാക്കി തന്നെയാ സത്യഭാമ പറയുന്നത്. ഈ വീടൊഴിയുമ്പോ സത്യഭാമ കരയില്ല. അതൊക്കെ പോട്ടെ, രാഘവൻ ഇങ്ങ് വന്നേ, നമുക്ക് ഫോട്ടോ എടുക്കാം. വാ. ആ പിള്ളേ, താൻ തന്നെ അവന്റെ ഫോട്ടോഗ്രാഫർ. ദാ പിടിക്ക് പിള്ളേ, ക്യാമറ ഓണ്. പിടിക്ക്. വാ വാ രാഘവേട്ടാ, വാ. ചെല്ലേ. പിള്ളേ, ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്ക്. വീട് മുഴുവൻ കിട്ടണേ കേട്ടോ. രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചേർന്ന് നിൽക്കണം. മതിയോ? ആ മതി. ഇനി ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോ. അത് വേണോ പാമേ? വേണം. ചിരിക്ക്. വാ പൊന്നി, നീയും വാ. ഇവളെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. വാ പൊന്നി, വാടി. സത്യമേ, വാ വാ. ആ പൊന്നി, ഇനി നീ പോയി ഫോട്ടോ എടുക്ക്. പിള്ള വന്ന് നിൽക്കട്ടെ. ചെല്ലേ. വാ പിള്ളേ, വാ. പൊന്നി എടുക്ക.